ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു അവലോകനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊരു മികച്ച കരിയർ ജമ്പിനായി കാത്തിരിക്കുകയാണോ? എങ്കിൽ തീർച്ചയായും ഇതൊന്ന് കേൾക്കണം. തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ സോഫ്റ്റ് നോഷൻസ് ടെക്നോളജീസിൽ ലീഡ് മേൺ സ്റ്റാക്ക് ഡെവലപ്പർ ആകാനുള്ള കിടിലൻ ഒരു അവസരത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വിശദമായി നോക്കാൻ പോകുന്നത്. കാരണം ഇതൊരു സാധാരണ കോഡിംഗ് ജോലിയല്ല. ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള കാര്യങ്ങളിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കാനും സാങ്കേതികമായി ഒരു ടീമിനെ മുന്നിൽ നിന്ന് നയിക്കാനും, അതായത് മേൺ സ്റ്റാക്കിന്റെ പൂർണ്ണ ചുമതല ഏറ്റെടുക്കാനും നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ഈ എക്സ്പ്ലെയിനർ നിങ്ങൾക്കുള്ളതാണ്. ഓക്കെ, അപ്പം നമുക്ക് വേഗത്തിൽ കാര്യത്തിലേക്ക് കിടക്കാം. ഈ അവസരം ഇതിലെ പ്രധാന ചുമതലകൾ, ആവശ്യമായ ടെക് സ്റ്റാക്ക്, ലീഡർഷിപ്പ് റോളുകൾ, കൂടാതെ യോഗ്യതകളും എങ്ങനെ അപേക്ഷിക്കാമെന്നതുമാണ് ഇന്നത്തെ നമ്മുടെ അജണ്ട. ആദ്യമായി ഈയൊരു റോൾ യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഇതൊരു വലിയ ബാലൻസിംഗ് ആക്ടാണ് കേട്ടോ. സ്വന്തമായി മികച്ച രീതിയിൽ കോഡുകൾ എഴുതുന്നതിനൊപ്പം തന്നെ ഒരു ടീമിനെ നയിക്കാനും നിങ്ങൾക്ക് കഴിയണം. നിങ്ങളുടെ സാങ്കേതിക മികവും ലീഡർഷിപ്പ് സ്കില്ലും ഒരുപോലെ ടെസ്റ്റ് ചെയ്യപ്പെടുന്ന ഇടമാണിത്. ഇങ്ങനെ രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുക എന്നത് IT ഫീൽഡിൽ വളരെ അപൂർവമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് വലിയ ഡിമാൻഡുമാണ്. തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ ഫേസ് 1 ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന വളരെ പ്രശസ്തമായ സോഫ്റ്റ് നോഷൻസ് ടെക്നോളജീസാണ് ഈ പൊസിഷനിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നത്. മികച്ചൊരു വർക്ക് കൾച്ചറുള്ള കമ്പനിയാണിത്. ഇനി ജോലിയുടെ ദൈനംദിന ചുമതലകളും ഉത്തരവാദിത്തങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു MN സ്റ്റാക്കിന്റെ ഈ 4 പ്രധാന പില്ലറുകൾ നിങ്ങൾക്കറിയാമല്ലോ. MongoDB, Express.js, React.js, പിന്നെ Node.js. ഇതിലുള്ള നിങ്ങളുടെ ആഴത്തിലുള്ള അറിവാണ് അവർക്ക് വേണ്ടത്. ഈ മുഴുവൻ സ്റ്റാക്കിന്റെയും എൻഡ്-ടു-എൻഡ് മാനേജ്മെന്റ് നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തമായിരിക്കും. ഫ്രണ്ട് എൻഡിലേക്ക് വരികയാണെങ്കിൽ React.js ഉപയോഗിച്ച് മികച്ച റെസ്പോൺസീവ് UI കമ്പോണന്റുകൾ നിർമ്മിക്കുക എന്നതാണ് മെയിൻ ടാസ്ക്. ഒപ്പം ഹുക്സ്, റിഡക്സ്, കോണ്ടെക്സ്റ്റ് API തുടങ്ങിയ മോഡേൺ റിയാക്ട് പാറ്റേണുകളിൽ നല്ല പ്രാവീണ്യം വേണം. UI ഡിസൈനുകളെ അടിപൊളി ഫങ്ഷണൽ ഇന്റർഫേസുകളാക്കി മാറ്റുന്നതും ക്രോസ് ബ്രൗസർ സപ്പോർട്ട് ഉറപ്പാക്കുന്നതുമൊക്കെ നിങ്ങളുടെ കടമയാണ്. ഇനി ബാക്കെൻഡ് എടുത്താലോ? റെസ്റ്റ്ഫുൾ APIകളും Node.js സർവീസുകളും സ്കേലബിളായി ഡെവലപ്പ് ചെയ്യണം. ആപ്ലിക്കേഷന്റെ പെർഫോമൻസ് കൂട്ടടാ, ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി, ഡേറ്റ പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തുക. അതോടൊപ്പം തന്നെ MongoDB സ്കീമകളും NoSQL ക്വരികളും ഒപ്റ്റിമൈസ് ചെയ്യുക. ഇതൊക്കെ പക്കയായിരിക്കണം. ചുരുക്കം പറഞ്ഞാൽ ഒരു പ്രൊജക്റ്റിന്റെ A to Z ലൈഫ് സൈക്കിൾ നിങ്ങൾ ഹാൻഡിൽ ചെയ്യണം. ആർക്കിടെക്ചർ തീരുമാനിക്കുന്നതിൽ തുടങ്ങി അജൈൽ ഡെവലപ്മെന്റ്, കൃത്യമായ കോഡ് റിവ്യൂ, ഒടുവിൽ സിസ്റ്റം ഡിപ്ലോയ്മെന്റും സപ്പോർട്ടും വരെ ഇതിൽ വരും. ഒരു യഥാർത്ഥ ലീഡ് റോൾ. അടുത്തതായി ഇതിനുവേണ്ട അത്യാവശ്യ ടെക് സ്റ്റാക്ക് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമുണ്ട്. ജാവാസ്ക്രിപ്റ്റ്, നോഡ്, റിയാക്ട്, ഗിറ്റ് തുടങ്ങിയ കോർ ടെക്നോളജികൾ നിർബന്ധമാണ്. പക്ഷേ നിങ്ങൾക്ക് AWS, അസ്യൂർ പോലെയുള്ള ക്ലൗഡ് പ്ലാറ്റ്ഫോമുകളിലോ CI/CD പൈപ്പ്ലൈനുകളിലോ അല്ലെങ്കിൽ AI, ChatGPT പോലെയുള്ള പുത്തൻ ടൂളുകളിലോ അറിവുണ്ടെങ്കിൽ അതൊരു വലിയ പ്ലസ് പോയിന്റാണ്. അത് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്നും ഒരുപാട് മുന്നിലെത്തിക്കും. ഇനി ഈ ജോലിയെ വെറും ഒരു സീനിയർ ലെവലിൽ നിന്നും മാറ്റി നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. ലീഡർഷിപ്പ് അഥവാ നേതൃത്വം. ജോബ് പോസ്റ്റിംഗിലെ ഈ ഒരു ഉദ്ധരണി ഒന്ന് ശ്രദ്ധിച്ചേ. മേൺ അടിസ്ഥാനമാക്കിയുള്ള ആപ്ലിക്കേഷനുകളുടെ ടെക്നിക്കൽ ഓണറായി പ്രവർത്തിക്കുക. ഉൽപ്പന്നത്തിന്റെ മുഴുവൻ സാങ്കേതിക ഉത്തരവാദിത്വവും അത് കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതും നിങ്ങളായിരിക്കും. ഇതൊരു വലിയ കാര്യമാണ്. നിങ്ങൾ അടിപൊളിയായി കോഡ് ചെയ്താൽ മാത്രം പോരാ, മറിച്ച് നിങ്ങളുടെ കൂടെയുള്ള ജൂനിയർ ഡെവലപ്പർമാരെ മെന്റർ ചെയ്യണം. ടീമിൽ കൃത്യമായ കോഡിംഗ് സ്റ്റാൻഡേർഡുകൾ കൊണ്ടുവരണം. പ്രോജക്റ്റിൽ വരുന്ന കോംപ്ലക്സ് ആയ ഇഷ്യൂസ് കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാനും ബിസിനസ് വാല്യൂ വർദ്ധിപ്പിക്കാനും നിങ്ങൾക്ക് കഴിയണം. ഫൈനലി ഇതിന്റെ അടിസ്ഥാന യോഗ്യതകളും അപേക്ഷിക്കേണ്ട രീതിയും നോക്കാം. ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഈ ലീഡ് റോളിനായി അപേക്ഷിക്കാൻ മേൺ സ്റ്റാക്കിൽ നിങ്ങൾക്ക് മിനിമം 6 വർഷത്തെയെങ്കിലും പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിൽ BTech, BCA, MTech അല്ലെങ്കിൽ MCA ആണ് ഇവർ ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനു മുമ്പ് ലീഡ് അല്ലെങ്കിൽ സീനിയർ ഡെവലപ്പർ റോളിൽ വർക്ക് ചെയ്ത് പരിചയമുള്ളവർക്ക് ഈ അവസരത്തിൽ വലിയ മുൻഗണന കിട്ടും കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജൂൺ 20, 2026 ആണ്. സമയമുണ്ടല്ലോ എന്ന് കരുതി അവസാന നിമിഷത്തേക്ക് കാത്തിരിക്കാതെ എത്രയും വേഗം തന്നെ അപേക്ഷിക്കാൻ ശ്രമിക്കുക. പൂർണ്ണമായ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വായിക്കാനും ഓൺലൈനായി അപേക്ഷിക്കാനുമുള്ള ലിങ്ക് ഇതാണ്: technopark.in/companies-jobs. ഇനി നിങ്ങൾക്ക് നേരിട്ട് CV അയക്കാനാണ് എങ്കിൽ സ്ക്രീനിൽ കാണുന്ന recruitment@softnotions.com എന്ന ഇമെയിലിലേക്കും അയക്കാവുന്നതാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ പ്ലാൻ? സോഫ്റ്റ് നോഷൻസിന്റെ അടുത്ത ടെക്നിക്കൽ ഓണർ നിങ്ങളാകുമോ? നിങ്ങളുടെ കരിയറിൽ ഒരു വലിയ മാറ്റത്തിന് നിങ്ങൾ റെഡിയാണെങ്കിൽ ഉടൻ തന്നെ അപേക്ഷിക്കൂ.
ഇന്നത്തെ ഈ അവലോകനം നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ ജോയിനിങ്.